എന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തലമുറകളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തലമുറകളെ മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈശോയെ, വലിയ കാരുണ്യം കൃപയും കുടുംബത്തിൻ്റെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങളുടെ മേൽ കർത്താവെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പാപികളുടെ മേലും വചനത്തെ തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിയാതെ, ദിവ്യകാരുണ്യത്തെ തിരിച്ചറിയാതെ, കർത്താവെ പാപത്തിൻ്റെ അടിമത്തത്തിൽ ജഡികമായ ആസക്തികളിൽ മുഴുകിക്കഴിയുന്ന ഓരോ മകനെയും മകളെയും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്ന മക്കളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോയെ, കരുണ വർഷിക്കണമേ ഓരോ മകനോടും മകളോടും. ഈശോയെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് കടന്നുപോയി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് കടന്നുപോയി നാശത്തിലേക്ക് കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനു വേണ്ടിയും ഓരോ പാപിക്ക് വേണ്ടിയും അവിടുന്ന് ജീവൻ കൊടുത്തു. കാൽവരി മലയുടെ നെറുകയിൽ മൂന്നാണികളാൽ തൂങ്ങപ്പെട്ടുകൊണ്ട് തൻ്റെ ശരീരമാകെ മുറിവേൽപ്പിക്കപ്പെട്ട യേശുനാഥൻ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തെയും അവൻ്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്തു. ഈശോയെ, ഈ വലിയ കാരുണ്യം, പറുദീസയുടെ ആ വലിയ അനുഭവം, സമാധാനത്തിൻ്റെ വലിയ അഭിഷേകം കുടുംബങ്ങളിൽ നൽകുവാൻ അവിടുന്ന് സകല പാപത്തെയും ഏറ്റെടുത്തുകൊണ്ട് ഓരോ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ, എല്ലാവരെയും സമർപ്പിക്കുക. ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളെ എല്ലാം, ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, വലിയ അഭിഷേകവും വലിയ ശക്തിയും വലിയ കാരുണ്യവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മകന്റെയും മകളുടെയും മേല് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഓരോ മകനെയും മകളിലും കർത്താവേ അവിടുത്തെ കാരുണ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ വലിയ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ, കർത്താവിൻ്റെ വലിയ സൗഖ്യത്തിൽ വലിയ അനുഗ്രഹത്തിൽ പങ്കുചേരുവാൻ അനേകം മക്കളോട് ഈശോയെ അവിടുന്ന് കരുണ കാണിക്കണമേ. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഓരോ മകനോടും മകളോടും ഈശോയെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച സ്വർഗീയ സന്നിധിയിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഭൂഷനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അഭിഷേക ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ചൊരിയപ്പെടുന്ന ദിവ്യകാരുണ്യത്തിന്റെ വലിയ അഭിഷേകം, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ശക്തി ഓരോ മകനിലും മകളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ദേശം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട്, ഓരോ ദൈവമൈതലിനെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമുക്ക് സർവശക്തിയോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ കരങ്ങൾ ഉയർത്തി. പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ
പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കൃപ ചൊരിയണേ ഈശോയെ. കണ്ണിൽ ഒരു നിമിഷം അടയ്ക്കാം. കരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തി ശരീരങ്ങളിൽ അഭിഷേകം പ്രാപിക്കുവാൻ, ഉള്ളിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് വചനമായി നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിൽ വസിക്കുവാൻ, വചനമായി വെളിപ്പെടുവാൻ, അത് അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെടുവാൻ ഉള്ള ഉന്നതമായ ദൈവിക ശക്തി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് മാമോദീസായിലൂടെ ലഭിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി അധരങ്ങളിലൂടെ ദൈവവചനമായി പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാരുടെ ശരീരത്തിൽ അഗ്നിയായി, പിന്നീട് അധരങ്ങളിലൂടെ അഗ്നിയായി പെയ്തിറങ്ങിയ ദൈവത്തിന്റെ വചനം സൗഖ്യമേകി അനേകായിരങ്ങള് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായിട്ട് ജീവിച്ചു. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഇനിയുള്ള ജീവിതം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ അനേകായിരങ്ങള് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവിധം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവ് വെളിപ്പെടണം, ദൈവശക്തി വെളിപ്പെടണം, സത്യത്തെ തിരിച്ചറിയണം. സത്യാത്മാവിനെ തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ വഴിയിലൂടെ വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുകയാണ്. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് നിമിഷം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ആത്മാവെ, ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകമാക്കി മാറ്റണമേ, ദൈവത്തിന്റെ വചനമാക്കി ഞങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദരത്തിലൂടെ കടന്നു വരുന്നത് കർത്താവെ തിന്മയാ, പാപമാ. ഈശോയെ, അവിടുത്തെ വചനമാക്കി അതിനെ രൂപപ്പെടുത്തണമേ. തിന്മയെ മാറ്റി നന്മയാക്കി എൻ്റെ അധരത്തെ മാറ്റണമേ. ഹൃദയശുദ്ധിയുള്ളാകണം. നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയം ശുദ്ധമായ ഹൃദയമാണോ എന്ന് നമുക്കൊരു നിമിഷം ഒന്ന് പരിശോധിക്കാം. വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും ആസക്തികളാൽ കലുഷിതമായ ഒരു ഹൃദയമാണോ എൻ്റെ ഹൃദയം? എൻ്റെ ശരീരം പാപത്തിന് വിട്ടുകൊടുത്തിട്ട് പാപത്തിന്റെ മ്ലേച്ഛതകളിൽ വസിക്കുന്ന ഒരു ശരീരമാണോ എൻ്റെ ശരീരം? ഒരു നിമിഷ ശരീരത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. ഈശോയെ, അപ്പോസ്തലന്മാർക്ക് കൊടുത്ത വലിയ ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്ലിഹാ കാലത്തിലൂടെ കടന്നു പോകും നമ്മൾ. സ്ലിഹന്മാരുടെ ആ വലിയ പ്രവർത്തനങ്ങളെ നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാരുടെ ശരീരത്തില് ദൈവാത്മാവ് വെളിപ്പെട്ടപ്പോൾ അവർ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചു. ആ വലിയ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തെ അനുസ്മരിക്കുന്ന ഈ കാലം കർത്താവെ, സഭ ആചരിക്കുക, സഭ ആഘോഷിക്കുക. അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പ്രവർത്തനത്തിലൂടെ അനേകായിരങ്ങളിലേക്ക് പെയ്തിറങ്ങിയ ദൈവസാന്നിധ്യത്തിന്റെ ശക്തി നമ്മളിലും ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലങ്ങളാണ്. ഭാരതീയ അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വ്യാപരിച്ച വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും ദൈവസ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും വലിയ ശക്തിയാണ് ഇന്ന് നമ്മുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കപ്പെട്ടത്. ആ വലിയ ശക്തിയാണ് അപ്പോസ്തലന്റെ കയ്യൊപ്പിലൂടെ ഈ ദേശത്തിൽ ലഭിച്ച ആ വലിയ അഭിഷേകം, അഭിഷിക്തർക്ക് കൊടുത്ത വലിയ ശക്തിയാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ മേൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരങ്ങളുയർത്തി ഒറ്റ സമൂഹമായി തീർന്നു. അവർ ഏകമനസ്സോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരേ സ്വരത്തില് അവർ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? എല്ലാവരും ചേർന്ന് ഏക മനസ്സോടെ, ഒരേ മനസ്സോടെ അപ്പോസ്തലന്മാര് 12 സ്ലീഹന്മാര് ഒരുമിച്ച് കൂടിയപ്പോൾ ഏകദേശം 120ഓളം പേര് അതിനോട് ചേർന്നിരിക്കുകയാണ്. അവരൊന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 12 സ്ലീഹന്മാരുടെ മേൽ
ദൈവാത്മാവ് വെളിപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ വലിയ ദൈവിക സാന്നിധ്യം, ശക്തി സഭയിലൂടെ വ്യാപരിക്കപ്പെടുകയാ. അനേകായിരങ്ങളിലേക്ക് വിശ്വാസമായി, വിശ്വാസ സത്യമായി അവൻ ഉയർത്തെഴുന്നേറ്റ ആ വലിയ ദൈവിക രഹസ്യം പരിശുദ്ധ കുർബാനയിലൂടെ, അപ്പത്തത്തിലൂടെ ഇന്ന് ലോകം മുഴുവനിലും വെളിപ്പെടുകയാ. സൗഖ്യമായി, അനുഗ്രഹമായി, അഭിഷേകമായി, തന്റെ സാന്നിധ്യമായി, തന്റെ ശക്തിയായി ഈശോ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാ. കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ, ഇന്നും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന സത്യദൈവത്തെ ഒന്ന് സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സുവേദന്നെ കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ വചനമായി. ഈ കാലഘട്ടത്തിൻ അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. ഈ കാലഘട്ടത്തിൻ അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. അഭിഷേകത്തോടെ നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കാരണം ഉയർത്തിയടിച്ച് പാടാം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ശക്തി നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഈ കാലഘട്ടത്തിൻ അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. ചേർന്ന് പാടാം. ഈ കാലഘട്ടത്തിൻ അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. മുക്തനഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കാലഘട്ടത്തിന്റെ അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ശക്തി ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാ, ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാ. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാ, ശക്തി ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാ. ഇന്നോളം മാനസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാ, ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് പാടാം. ഇന്നോളം മാനസാന്തരം
ഇല്ലാത്ത മാനവരെ നേടിടുവാൻ ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലെ പോലിന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ ആത്മാവേ വരദാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലെ പോലിന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കരങ്ങൾ ഉയർത്തിയടിച്ച് പാടാം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഇതാ വ്യാപരിക്കപ്പെടുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ ശക്തി, മാനസാന്തരത്തിന്റെ ദൈവിക അഭിഷേകം ഇതാ ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈ അഭിഷേകം കുടുംബങ്ങളിലേക്ക് ഓരോ വ്യക്തികളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവ് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? യുവജനങ്ങളിലോ മാനസാന്തരത്തിന്റെ ദൈവിക ചൈതന്യം ചലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് 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 വിളിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഇന്നോളം സുവിശേഷം കേൾക്കാത്ത മാനവരെ നേടിടുവാൻ അഭിഷേകം ഇതുവരെയും ദൈവഹിതം അറിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ഇന്നോളം സുവിശേഷം കേൾക്കാത്ത മാനവരെ നേടിടുവാൻ വ്യാപരിക്കുന്നു. ഇതുവരെയും ദൈവഹിതം അറിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ആത്മാവേ അഭിഷേകത്തിൻ ഉണർവ് നൽകി നയിക്കണമേ. അളവുകൾ പരിധികളില്ലാതെ സകലരെയും ഞാൻ സ്നേഹിക്കാൻ ആത്മാവേ അഭിഷേകത്തിൻ ഉണർവ് നൽകി നയിക്കണമേ. അളവുകൾ പരിധികളില്ലാതെ സകലരെയും ഞാൻ സ്നേഹിക്കാൻ നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പുതിയ അഭിഷേകം നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. അഭിഷേകം ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാൻ എല്ലാവരും അധികമാമളവിൽ അഭിഷേകം പകരണമേ, പകരണമേ. ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാൻ കാലഘട്ടത്തിന്റെ അഭിഷേകം അധികമാമളവിൽ അഭിഷേകം പകരണമേ. എല്ലാവരും നിറയട്ടെ. കാലഘട്ടത്തിന് അഭിഷേകം
നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം 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 എല്ലാവരും ചോദിക്കുക നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം കരമേർത്ത് സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ദൈവം ചൊരിയുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയാഞ്ഞുകൊണ്ട് നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഒത്തിരിയേറെ ദൈവം നമ്മോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്ന പോലുമില്ല ദൈവം നമ്മോട് കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തെ നമ്മൾ തിരിച്ച് അറിയുന്ന പോലുമില്ല. നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ പാപികളുടെ മേലും കർത്താവേ കരുണ കാണിക്കണമേ. ധ്യാനം കഴിഞ്ഞ് വന്നിരിക്കുക. 189 പേര് ധ്യാനിച്ചു. 150-60 പേർക്ക് താമസിക്കുന്ന സ്ഥലത്ത് 189 പേര് താമസിച്ച് ധ്യാനിച്ചു. ഒരു കുഴപ്പമില്ലാതെ അവർക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ദൈവം ക്രമപ്പെടുത്തി. കൂടുതൽ യുവജനങ്ങളുണ്ടായിരുന്നു ധ്യാനത്തിൽ. അതിന്റെ പ്രത്യേകത, ധ്യാനത്തിന്റെ പ്രത്യേകത യുവജനങ്ങളുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആത്മാവ് കൊണ്ടിരുന്ന 10 സിസ്റ്റേഴ്സ് ധ്യാനിക്കാനുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട 189 പേര് കർത്താവിന്റെ തിരുസന്നിധിയിൽ 5 ദിവസം ചെലവിട്ട് തമ്പുരാനെ സ്വീകരിച്ച് അവർ മടങ്ങിപ്പോയി. വലിയൊരു അഭിഷേകമാണ്. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമാണെന്ന് തോന്നുന്നു. മനുഷ്യൻ മാനസാന്തരപ്പെട്ട് മടങ്ങിപ്പോകുന്ന അനുഭവം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ യുവജനങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഏറ്റവും കൂടുതൽ മക്കള്, കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് കഞ്ചാവിനടിമയാ. തിരിച്ചറിഞ്ഞു വരുന്ന കുറെ സമയമെടുക്കും. പിന്നെ അമ്മയും അപ്പനും വാവിട്ട് കരയുക. ഒരു പ്രാവശ്യമെങ്കിലും വലിച്ചു നോക്കാത്ത, കഞ്ചാവ് വലിക്കാത്ത മക്കളെ അവിടെ കണ്ടെത്തി ചുരുക്കം 1-2 പേരൊക്കെ ഉള്ളു. പ്രിയപ്പെട്ടവരെ, വലിയ നാശത്തിലേക്ക് യുവജനങ്ങള് പാപത്തിന്റെ അടിമത്തത്തിലേക്ക് കടന്നു പോവുകയാണ്. നശിച്ചു പോകത്തേ ഉള്ളൂ. ഒത്തിരി മക്കളിനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് മടങ്ങിപ്പോയെ. ഇനി ഒരിക്കലും ആ പാപത്തിന്റെ ബന്ധനത്തിലേക്ക് കടന്നു പോകത്തില്ല. ജഡീക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഒരു കാലഘട്ടത്തില് മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകമാണ് വ്യാപരിക്കപ്പെടേണ്ടത്. അത്രമാത്രം നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ധ്യാനത്തിലൂടെ ആൾക്കാർ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ഫലങ്ങൾ അവിടെ വെളിപ്പെടുന്നുണ്ട്. ഒത്തിരിയേറെ മക്കള് അനുഗ്രഹം കിട്ടിയത് ഒരു ദേശത്ത് ചെന്നപ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ടത് കണ്ട് ഒത്തിരിയേറെ പേര് ധ്യാനിക്കുവാനായിട്ട് കടന്നു വന്നു. ഒരു സഹോദരൻ
കടന്നു വന്നിട്ട് അവൻ പറഞ്ഞ കാര്യമോ, എൻ്റെ പെങ്ങളുടെ വിവാഹം നടന്നു. ഒത്തിരി വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതിരിക്കുക. പെൺകുട്ടി ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ അത് ഓർത്തത്, പെൺകുട്ടി കുറെ ഏറെ നേരം ഇരുന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാം ഉണ്ട് ബ്രദറെ, സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൻ, വസ്തുവൊക്കെ വിറ്റ് വിവാഹം നടത്താനുള്ള പണം എല്ലാം സമ്പാദിച്ച് അപ്പം വെച്ചിട്ടുണ്ട്. പക്ഷെ വിവാഹം നടക്കുന്നില്ല. ആര് വന്ന് കണ്ടാലും പിന്നീട് മറുപടിയൊന്നുമില്ല. ആ ധ്യാനത്തില് കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് വിട്ടതിന് ശേഷം അവരുടെ വിവാഹം അടുത്ത ഉടനെ തന്നെ 1 മാസത്തിനുള്ളിൽ വിവാഹം നടന്നു. അപ്പോ സഹോദരൻ പറഞ്ഞ കാര്യം, വിചാരിക്കാത്തതിനുപരിയായ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിച്ചു. ആ മകൻ പറഞ്ഞ സഹോദരൻ പറയുക, ഞങ്ങൾ പറഞ്ഞൊരു കാര്യമോ, ആത്മീയമായിട്ട് വളരെ വളർച്ചയുള്ള ഒരു കുടുംബത്തിലാണ് എൻ്റെ പെങ്ങൾക്ക് ചെന്നു ചേരാൻ സാധിച്ചത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ഉന്നതമായ ഒരു കുടുംബത്തിലാണ് ചെന്നു ചേരാൻ സാധിച്ചത്. അഭിഷേകോ ഈ കാലഘട്ടത്തില് തമ്പുരാനോട് ചേരുമ്പോ തമ്പുരാന്റെ അനുഗ്രഹം, എന്തുമാത്രം പാപം വന്നിട്ടുണ്ടോ, പാപക്കെണി കടന്നിട്ടുണ്ടോ, അതിനേറെ കൃപ വർഷിക്കപ്പെടുന്ന സമയമാണ്. മാനസാന്തരപ്പെട്ടാൽ മാത്രം മതി. മാനസാന്തരപ്പെട്ടാൽ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റും. പറഞ്ഞ ഹണിമൂണിന് പോയിരിക്കുക വിദേശത്താ, അത്രമാത്രം ഉന്നതിയിലേക്ക് എൻ്റെ സഹോദരിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഇവിടെ വന്ന് വചനം കേട്ട് ആ ധ്യാനിച്ചപ്പോഴാണ് ആ വലിയൊരു അത്ഭുതം, അല്ലെങ്കിൽ ആ വലിയ ദൈവാനുഗ്രഹം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമല്ല, ആത്മീയമായിട്ട് വളരെ ഉന്നതമായൊരു കുടുംബവും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവരുടെ ഭവനത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ ഭവനം അവർ ദേവാലയത്തിന് വേണ്ടി വിട്ടുകൊടുത്തു, പള്ളിക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് അവർ വേറെ വീട് വെച്ച് മാറി താമസിച്ചവർക്ക് വളരെ സാമ്പത്തിക അഭിവൃദ്ധി അതിനുശേഷം ഉണ്ടായെന്ന് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയും കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഒരു സംഭവമാണ് നടക്കുമ്പോൾ ആ സഹോദരന് മാനസാന്തരം ഉണ്ടാവുകയാണ്. ഈ ക്രിസ്തുവിനെ, ഈ യേശുവിനെ ഒന്ന് കാണാൻ അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുക. ആ യേശു പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കുവാൻ കർത്താവിന്റെ ആലയത്തിലേക്ക് മടങ്ങി വന്നിരിക്കുക. ഒത്തിരിയേറെ മക്കളുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് ഈ കഴിഞ്ഞ ധ്യാനത്തിൽ ഒത്തിരിയേറെ ആൾക്കാർക്ക് വരാൻ സാധിച്ചു. ഞാൻ കൗൺസിലിംഗ് എടുക്കാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് വന്നേ, എവിടുന്ന വരുന്നേ, എങ്ങനെ വരാൻ കാരണം? അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ധ്യാനിച്ച് വചനം കേട്ടതിലൂടെ അനുഭവിച്ച ആ അനുഭവം കണ്ടിട്ടാണ് അവര് ധ്യാനിക്കാനായിട്ട് കടന്നത്. വലിയ അനുഭവമായിരുന്നു ധ്യാനം. കൊച്ചു പിള്ളേർക്ക് പോലും പ്രാർത്ഥിക്കുവാനുള്ള വലിയ അഭിഷേകം. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതുങ്ങളൊക്കെ മുട്ടകുത്ത്, തീരെ കൊച്ചു 2 വയസ്സൊക്കെ ഉള്ള കുട്ടി ഈശോയെ എന്നൊക്കെ വിളിക്കുക, ഇങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്. കുർബാനയുടെ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാ, കൊച്ചു പുറകെ നിന്ന് 2 കരം ഉയർത്തി ഈശോയെ ഈശോയെന്ന് വിളിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചൈതന്യ, ഒരു അഭിഷേകം അവിടെ വ്യാപരിക്കട്ടെ. അല്ലെ കൊച്ചു കുഞ്ഞിനെങ്ങനെ മനസ്സിലാകുന്നേ? ചെറു കൊച്ചു പിള്ളേരുണ്ടായിരുന്നു, കുറെ 5ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8, 10, +1, +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കുവാൻ ആത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ തിരുസഭ ശ്രീഹാകാലം നമ്മൾ ആചരിക്കുക. ശ്രീഹന്മാരുടെ ഇവിടെ ദൈവം പ്രവർത്തിച്ച ആ വലിയ പ്രവൃത്തി, അതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ച ശ്രീഹന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവരിൽ എപ്രകാരം ദൈവാത്മാവ് വെളിപ്പെട്ടു. ആ കിട്ടിയ അഭിഷേകം, ആ ശ്രീഹന്മാർക്ക് കിട്ടിയ ആ അഭിഷേകം തന്നെയാ നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. നമ്മളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്രമാത്രം വെളിപ്പെടുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമോ? ഈ കാലഘട്ടത്തില്, ഈ ശ്രീഹാകാലത്തില് നാം ചിന്തിക്കേണ്ട കാര്യം, ശ്രീഹന്മാരിലൂടെ എത്രമാത്രം ഈശോ പ്രവർത്തിച്ചേ, എന്നിലൂടെ എത്രമാത്രം ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു നിമിഷം, നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നിമിഷം നമ്മുടെ ജീവിതം മുഴുവൻ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. അവരിൽ അപ്രകാരം ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് എന്നിലും നിങ്ങളിലും ശക്തമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? മുക്കുവരായ, വിദ്യാഭ്യാസം ഇല്ലാത്ത ശ്രീഹന്മാരുടെ മേൽ ദൈവാത്മാവ് വന്നപ്പോൾ അവർ രാജകൊട്ടാരങ്ങളിൽ പോലും ചെന്ന് ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച്
ധൈര്യപൂർവം പ്രഘോഷിച്ചു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ഈ ആത്മാവിൻ നമ്മളിൽ വെളിപ്പെടണോ? സ്ലീഹന്മാരിൽ എങ്ങനെയാ ആത്മാവ് വെളിപ്പെട്ടെ? അവർ പ്രാർത്ഥിച്ചു. സിഹിയോൻ ഒട്ടുശാലയില് അവരമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അമ്മയിൽ എന്തുണ്ടായിരുന്നേ? ദൈവകൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധി അമ്മ. ആ ദൈവകൃപ നിറഞ്ഞപ്പോഴ് അമ്മയുടെ ആര് വന്നു? ദൈവം വന്നു. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിന്റെ വലിയ അഭിഷേകം, കൃപയുടെ അഭിഷേകം അമ്മയിൽ നിന്ന് പകരപ്പെടാൻ തുടങ്ങി. നമ്മള് പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? കൃപ നിറയപ്പെടാൻ, ക്ഷമിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പെൺകുട്ടി +1 +2 കണ്ടുപിടിക്കുന്ന ഒരു കൊച്ച വാവിട്ടങ്ങ് കരയുക. ഞാൻ ഒന്ന് എന്റെ അടുത്തോട്ട് ഇരിക്കുമ്പോഴേ ആത്മാവ് വെളിപ്പെടുത്തി ക്ഷമിക്കാനുണ്ടെന്ന് വെളിപ്പെടുത്തി. ഞാൻ വെച്ചു, കൊച്ചേ നീ ആരോട് ഇതിനു മാത്രം ക്ഷമിക്കാനുള്ളേ? ഇതങ്ങ് പറഞ്ഞു തീരുകയും ഈ കുട്ടി വാവിട്ട് കരയുകയാ, നിലവിളിക്കുക. കൊച്ച് ക്ഷമിക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. തൊട്ട് അടുത്തുള്ള അയൽവാസി താൻ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു. തന്നെ അവഹേളിച്ച് നാണം കെടുത്തി. താൻ അടുത്തുള്ള ഒരു പുരുഷനുമായിട്ട് സ്നേഹമാണെന്നും ആ വ്യക്തിയോട് കൂടി പാപം ചെയ്തിട്ടുണ്ടെന്നും ഈ സഹോദരൻ പറഞ്ഞു വരുത്തി. അപ്പോ വ്യക്തിയോട് ഞാൻ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി എന്നെക്കുറിച്ച് പറഞ്ഞ വ്യക്തിയോട് ക്ഷമിക്കുവാൻ എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല. കൃപയില്ല. ഈശോ എങ്ങനെയാ ക്ഷമിച്ചേ? കുത്തി മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കുക, ചങ്കത്ത് കുന്തം കൊണ്ട് കുത്തിയവനോടും ക്ഷമിക്കുക, താടിവീശ വലിച്ചു പറിച്ചവരോടും ക്ഷമിക്കുക, കവിളത്തടിച്ചവരോടും ഈശോ നിരുപാധികം ക്ഷമിച്ചു. ക്രിസ്ത്യാനിയാണെന്ന് മുദ്രകുത്തപ്പെട്ട വ്യക്തികൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. തന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയോട് നിരുപാധികം ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ക്രിസ്തുവിന്റെ അനുയായിയായി, ക്രിസ്തു ശിഷ്യയായി നമ്മൾ മാറുന്നത്? എങ്ങനെയാ? ചിന്തിച്ചു നോക്കിയേ. അവനെ പോലെ ആകണമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരോടും നമുക്ക് കരുണ തോന്നണം. നമ്മളെ വേദനിപ്പിക്കുന്നവരോടും നിരുപാധികം ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന മനോഭാവമാണ് ക്രിസ്തു ശിഷ്യന്റെ, അപ്പസ്തോലന്റെ മനോഭാവം, യേശുവിന്റെ മനോഭാവം. കരങ്ങൾ ഉയർത്തി ആ ഒരു വലിയ മനോഭാവം ഇവിടെ വ്യാപരിക്കപ്പെടുവാൻ നമുക്കൊന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി ഈ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമയില് നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ട്. വേദനിപ്പിക്കുന്നവരോട് നിരുപാധികം ക്ഷമിക്കുവാൻ കൃപ സ്വീകരിച്ച വിശുദ്ധ അൽഫോൻസാമ ആ കൃപ സ്വീകരിച്ചത് ഈ ദേവാലയത്തിൽ നിന്നാണ്. കരങ്ങളുയർത്തി ഈ വിശുദ്ധ സ്ഥലത്ത് വ്യാപരിക്കപ്പെടുന്ന നിരുപാധിക ക്ഷമയുടെ അരുവി വ്യാപരിക്കപ്പെടുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് കരങ്ങളുയർത്തി സ്തുതിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയോട് കുറേയേറെ നേരം ദൈവവചനം പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ എന്നോട് അവസാനം പറഞ്ഞ കാര്യം, ബ്രദറെ ഇപ്പോൾ എനിക്ക് ആശ്വാസമായി. കൃപ ഒഴുകുകയാണ്. ക്ഷമിക്കുവാനുള്ള വലിയ കൃപ വ്യക്തികളിലേക്ക് ഒഴുകുക. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് ഹൃദയം കൊണ്ട് നിരുപാധികം ക്ഷമിക്കാൻ സാധിക്കണം. അവരിൽ കൃപ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിരുപാധികം ക്ഷമിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയുമ്പോൾ സഹനം അവിടെ അയക്കും. സൗളിന്റെ മാനസാന്തരം ഞാൻ പറയാറുള്ള ഇവിടെ, സൗളിന്റെ മാനസാന്തരത്തിന് കാരണം സ്തെഫാനോസിന്റെ പ്രാർത്ഥനയാണ്. കല്ലെറിഞ്ഞവരോട് വസ്ത്രം ഉരിഞ്ഞ് സൗളിന്റെ കാലിൽ കീഴ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ സൗൾ ആരാ? സ്തെഫാനോസിന്റെ ശത്രുവാണ്. അപ്പൊ എങ്ങനെയാ നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളെ കല്ലെറിയുന്നവരോട് നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എപ്രകാരം ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്? അവനെ കർത്താവേ അവന്റെ മേൽ കൊടുവാൾ അയക്കണേ, സംഹാരകനെ അയച്ച് അവനെ സംഹരിച്ചു കളയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും.
ശിഷ്യന്മാരുടെ പ്രാർത്ഥന ഇപ്രകാരവ: സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ചു, ഈ പാപം അവന്റെ മേൽ ചുമത്തരുതേ, അവനെ അനുഗ്രഹിക്കണമേ എന്ന്. ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന. തന്നെ ഉപദ്രവിക്കുന്നവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സംഭവിച്ച സംഭവം വലുതാ. ക്രിസ്തുവിന് ആ വ്യക്തിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. എന്നെ ഉപദ്രവിക്കുന്നവരുടെ ഉള്ളിൽ എന്തായിരിക്കുന്നേ? പൈശാചിക തിന്മയാ. ഇതിനെതിരെ പരദൂഷണം പറയുന്ന വ്യക്തിയുടെ ഉള്ളില് പരദൂഷണത്തിന്റെ അരൂപി വ്യാപരിക്കപ്പെടുകയാണ്. എന്നെ ചതിക്കുവാൻ ചതിക്കുഴി കുഴിക്കുന്നവന്റെ ഹൃദയത്തില് ചതിയുടെ അരൂപി വ്യാപരിക്കപ്പെടുകയാണ്. നമ്മൾ തിരിച്ചറിയണ്ടേ. അവനിൽ ക്രിസ്തുവിന് ചെല്ലാൻ സാധിക്കുമോ? സാധിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമായി രൂപപ്പെടണം. നിരുപാധികം ക്ഷമിക്കുന്ന വ്യക്തിയായി ഞാൻ രൂപാന്തരപ്പെടണം, ക്രിസ്തുവിനെ പോലെ. അല്ല ക്രിസ്ത്യാനിയാകുന്നില്ല. ഇന്ന് മുഴുവൻ ക്രിസ്ത്യാനികളാ. പക്ഷെ എത്ര പേര് ക്രിസ്തുവിന്റെ വചനമനുസരിച്ച്, ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നുണ്ട്? പുത്രൻ പറയുന്നുണ്ട്, ഞാൻ പിതാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു. പിതാവ് പറഞ്ഞ കൽപ്പനകളെല്ലാം ഞാൻ ഇവിടെ വന്ന് അതനുസരിച്ച് പ്രവർത്തിച്ചേ. അതുപോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ പിതാവ് എന്റെ ശിഷ്യരായിത്തീരും. അതിലൂടെ പിതാവ് മഹത്വപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യരാകും. ഞാൻ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിച്ചു കാണിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യരാകും. അതിലൂടെ പിതാവ് മഹത്വപ്പെടുക. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ശിഷ്യരായിത്തീരുന്നേ? യേശു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അതുപോലെ ജീവിച്ചാൽ നിങ്ങൾ ക്രിസ്തു ശിഷ്യരാകും. ഒത്തിരി പേരുടെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുക. സംഭവിക്കുന്ന എന്താ? നമ്മുടെ തന്നെ നാശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. കാരണം നമ്മളിലുള്ളത് എന്താ? നാശത്തിന്റെ രൂപിയ. നമ്മളെ നശിപ്പിക്കുന്നവൻ ഉദ്ദേശിക്കുന്നതിന്റെ ഉള്ളിലും അതേ രൂപി. നിരുപാധികം ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ എന്നിൽ നിന്ന് ഏത് രൂപി വിട്ടുപോകും? നാശത്തിന്റെ രൂപി എന്നെ വിട്ട് ഇറങ്ങും. നിരുപാധികം ക്ഷമിച്ചാൽ അപ്പുറത്തിന് സംഭവിക്കുന്നേ, കൃപ എന്നിലേക്ക് വന്നു നിറയുമ്പോ കൃപയുടെ ആത്മാവ് അപ്പുറത്തേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ അവിടെ സഹനം ഉണ്ടാവുകയാണ്, വിശുദ്ധീകരണം സംഭവിക്കുക. സാവൂള് കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണ് അന്ധനാവുകയാണ്. ദൈവവചനം കേട്ട് ദൈവത്തെ കാണാനായിട്ടുള്ള ആ കൃപ കർത്താവ് കൊടുക്കുക. അന്ധത മാറ്റിക്കളയുക പിന്നീട് സംഭവിച്ച്. ശിഷ്യന്മാരുടെ ഈ അഭിഷേകം, ശിഷ്യത്വത്തിന്റെ ഈ അഭിഷേകം, ക്രിസ്തു ശിഷ്യന്റെ അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നമ്മുടെ തോന്നിവാസ ജീവിതം നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ജീവിക്കുക. ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ആടുകളെ പോലെ അവർ വഴിതെറ്റിപ്പോയി. നമുക്ക് തോന്നുന്ന വഴിക്ക് പോയാൽ ചോദിക്കുന്നൊന്നും നമുക്ക് ലഭിക്കപ്പെടത്തില്ല. എങ്ങനെയായാലും നമ്മൾ ചോദിക്കുന്നത് കിട്ടുന്നേ. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തില് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചോദിച്ചാലാ? നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ വചനത്തിൽ നിന്നാൽ, നിങ്ങൾ വചനത്തിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. എന്റെ വചനത്തിൽ നിലനിൽക്കാതെ ചോദിച്ച ഒന്നും തന്നെ കിട്ടത്തില്ല. 10 പള്ളി കയറി 20 പള്ളി പോയി ധ്യാനിക്കാൻ പോയി, പക്ഷെ വചനം വലിയ താല്പര്യമൊന്നുമില്ല. വചനം വലിയ താല്പര്യമൊന്നുമില്ല. അശ്രദ്ധയോടെ ആ ധ്യാനത്തില് 2ാമത്തെ ദിവസം വന്ന് ബ്രദറെ ഒന്ന് കേറ്റോ ധ്യാനത്തിന് വെച്ച് വളരെ യാചിച്ച് ധ്യാനത്തിന് കയറിയൊരു സഹോദരൻ. വചനം കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അലസനായിട്ടിരിക്കുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ തിരികെ വീട്ടിൽ പോവുക. ഇപ്പൊ ശരിയായി. അലസതയുടെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഇമ്പമുള്ള കാര്യമൊന്നും അല്ല പറയുന്നത്. ആണ് ഇവിടെ പറയുന്ന കാര്യം കേട്ടാൽ നമുക്ക് നല്ല സുഖമാണോ? അല്ല. ഇമ്പമുള്ള കാര്യമാണെങ്കിൽ ആൾക്കാർ തടിച്ചുകൂടും. കേൾക്കാൻ രസമാ, നല്ല തമാശയും ഒക്കെ ഉണ്ട്, ചിരിക്കാനൊക്കെ ഉള്ളത് ഉണ്ട്. ഈശോ ചിരിക്കാൻ ഒന്നും പറഞ്ഞില്ല. ഈശോ പറഞ്ഞു, എന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തില് വലിയ സന്തോഷം ഉണ്ടാവുമെന്ന് ഈശോ പറഞ്ഞു. പിതാവിന്റെ അടുത്തേക്ക് ഞാൻ പോയാൽ സഹായനേക്കും, സഹായം വന്ന് എല്ലാം വെളിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
അഭിഷേകത്തോടെ വിളിക്കാമോ? അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 1 മുതൽ തിരുവചനം. അക്കാലത്ത് ഹെരോദസ് രാജാവ് സഭയിൽപ്പെട്ടവ ചിലരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഹെരോദസ് ഇതെന്താ? ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന, ദൈവകൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന മക്കളെ പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡനം ഉണ്ടാകുന്നത് എപ്പോഴാ? ദൈവവചനം നമ്മളിലേക്ക് കടന്നു വരുമ്പം എന്ത് സംഭവിക്കും? ദൈവവചനം ജീവിക്കാൻ തുടങ്ങുമ്പോൾ പീഡനം ഉണ്ടാകും. പീഡനം എന്തിനു വേണ്ടിയിട്ടാ? സഭ വളരുകയാ. വ്യക്തി പീഡിപ്പിക്കപ്പെടുമ്പോൾ, രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ സഭ എന്നാ സംഭവിക്കുന്നത്? സഭയ്ക്ക് വളർച്ചയുണ്ടാവുകയാ, യേശു വളരുകയാ. പ്രിയപ്പെട്ടവരെ, ഈയിടെ നമ്മൾ കേട്ടു, പത്രത്തിൽ കണ്ടു, ഒത്തിരി പേരെ യേശു നാമം വഹിച്ച ഒത്തിരി പേരെ വധിച്ചു ഭീകരര്. ക്രിസ്തുമാർഗം സഞ്ചരിച്ചിരുന്ന, ദൈവവചനം ജീവിച്ചിരുന്ന, യേശു ക്രിസ്തു വിശ്വസിച്ചിരുന്ന മക്കളെ വധിച്ചപ്പോൾ ലോകം മുഴുവനും ആരെക്കുറിച്ച് അറിഞ്ഞേ? യേശുവിനെ കുറിച്ച് അറിഞ്ഞു. മക്കളെ, ഇതാണ് അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ വളരുകയാ സമയത്ത്. ഒത്തിരി പേര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കാരണം എന്തറിയുമോ? അവരുടെ മുഖത്ത് യാതൊരു മാറ്റവും. ഇന്റർനെറ്റിലൂടെ ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരുന്നു, നെറ്റിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വീഡിയോയിലൂടെയൊക്കെ ടെലിവിഷനിലൂടെയൊക്കെ കാണാൻ സാധിച്ചു. ഇവരുടെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല. കഴുത്തിൽ തോക്ക് വെക്കുമ്പോഴും, വാള് വെച്ച് തല വിച്ഛേദിക്കപ്പെടുവാനായിട്ട് വാള് കഴുത്തിൽ വെക്കുമ്പോഴും ഇവരുടെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല. കാരണം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ ആരോട് പ്രാർത്ഥിക്കുക? ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർ സ്വർഗം കാണുക. പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസിനെ വധിക്കുമ്പോൾ അവർ സ്വർഗം കാണുകയാണ്. സ്തെഫാനോസ് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തി വെക്കും. അവരുടെ മുഖത്ത്, സ്വർഗം കാണുന്നതിന്റെ മുഖം എങ്ങനെ ഇരിക്കും? ദുഃഖിച്ചിരിക്കുവോ? സന്തോഷമായിരിക്കുവോ? ചിന്തിച്ചു നോക്കിയോ? നമ്മൾ TV-യിൽ കണ്ടതാ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കണ്ടതാ. നോക്കിയാൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതെന്ത് സംഭവം? കാരണം എന്താ? അവരുടെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല, ദുഃഖമൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെടുകയാ. ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുമ്പോൾ അവർക്കൊന്ന് മാത്രം കാണാൻ സാധിക്കും. സ്വർഗസ്ഥനായ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ പരിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ കണ്ട് അവര് സന്തോഷത്തോടെ ഈ ലോക ജീവിതം പൂർത്തീകരിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ പോലെയുള്ളവര് പത്രം വായിച്ചിട്ടുണ്ടടുത്തു കഷ്ടം, ഇവിടെ തീർന്നു പോയല്ലോ, അവരുടെയൊക്കെ ജീവിതം, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്നായിരിക്കും? നമ്മൾ ചിന്തിച്ചപ്പം അവർ സ്വർഗത്തില് ദൈവത്തിന്റെ സന്നിധിയില് അവർ അവകാശികളായി തീരുകയാണ്. സ്വർഗരാജ്യത്തിന് അവർ അവകാശികളായി തീരുകയാണ്. ശങ്കത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം, ഇവിടെ എന്നാ നാളെ ജീവിക്കാൻ പറ്റും? കുറഞ്ഞ കാലഘട്ടം. ഇവിടെ മരിക്കുമ്പോൾ സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മളെങ്ങനെ കാണണം? നിരുപാധികം ശത്രുവിനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പം സ്വർഗം തുറക്കപ്പെടുകയും പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതുമായി കാണാൻ സാധിക്കുമെന്ന അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി. സ്തെഫാനോസിന്റെ വധം ആ സമയത്ത് കാണാൻ സാധിച്ചതാ. സ്വർഗത്തിലെ പിതാവിന്റെ അടുത്ത് പുത്രൻ നിൽക്കുക. ഇതാ രക്തസാക്ഷിത്വത്തിന്റെ അഭിഷേകം. ആർക്കെങ്കിലും വേണോ? വേണ്ട. ഇവിടെ എങ്ങനെയും നന്നായിട്ട് ജീവനിലുള്ള സാമ്പത്തില് നമുക്ക് നന്നായിട്ട് ജീവിക്കണം. ആരുടെ ആഗ്രഹ? അത് ആരുടെ ആഗ്രഹം? ധനവാന്റെ ആഗ്രഹ. നമ്മുടെ ആഗ്രഹം ലാസറിന്റെ ആഗ്രഹത്തിലേക്ക് വരണ്ടേ? ദൈവത്തെ ഒന്ന് കാണുവാൻ. ധനവാന്റെ മേശപ്പുറത്ത് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ട് ജീവിക്കുന്ന ലാസർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? ദൈവമേ, ഈ മനുഷ്യന്റെ മേശപ്പുറത്ത് ഒരു കഷ്ണം താഴേക്ക് വീണാലേ എന്റെ വിശപ്പ് മാറത്തുള്ളൂ. ആ വിശപ്പ് മാറണമെങ്കിൽ ഇവന്റെ മേശപ്പുറത്ത് താഴെ വീണ ആരെ വിളിക്കണം? തമ്പുരാനെ വിളിക്കണം. അപ്പൊ അവന്റെ മേശപ്പുറത്ത് അപ്പക്കഷ്ണം താഴെ വീഴും. നിരന്തരം ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന ലാസർ അബ്രാഹത്തിന്റെ മടിയിലെത്തി. ധനവാനോ എവിടെയായിരുന്നു നമുക്ക് ക്രിസ്ത്യാനിക്കറിയാം. നമുക്ക് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കുവാൻ ഒരുമ്പെട്ട് അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങളിലായിരുന്നു. അവനെ കാരാഗൃഹത്തിൽ അടച്ചതിനു ശേഷം
4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ അവൻ കാവൽ നിയോഗിച്ചു. പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിനു മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭ പ്രാർത്ഥിക്കുക. ആർക്കു വേണ്ടിയാ? കാരാഗൃഹത്തിൽ അകപ്പെട്ട പത്രോസിന്റെ രക്ഷയ്ക്ക് വേണ്ടി. എത്ര തീഷ്ണതയോടെയാ സഭ പ്രാർത്ഥിച്ചു. ഇന്ന് സമയം എങ്ങനെയാ? അങ്ങനെ പ്രാർത്ഥിക്കൂ? സാധ്യതയുണ്ടോ? എന്നെ പിടിച്ച് ജയിലിട്ടെങ്കിൽ നിങ്ങൾ പറയും കുടമാളൂർ അത് നിന്നുപോയി. ചിലർ ഇവിടെ ഒന്ന് അനുഗ്രഹം പ്രാപിച്ചവര് എല്ലായിടത്തൊക്കെ വെച്ച് കാണും. എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ, പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഇപ്പൊ അത് നടക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തികള് എന്നോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യ, ഇപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ടോ? ഏതാ ആ വിശ്വാസം? എവിടെയാ പ്രിയപ്പെട്ടവരെ? വിശ്വാസം എവിടെയാ? പത്രോസ് കാരാഗൃഹത്തിനുള്ളില് കിടക്കുമ്പോൾ എന്ത് ചെയ്തേ? അവരുടെ സഭ, നമ്മൾ ഓരോരുത്തരും പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ആ വലിയൊരു അഭിഷേകം, ആദിമസഭയുടെ അഭിഷേകം, വിശ്വാസം, കൃപ വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 12-6 മുതലുള്ള തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പത്രോസ് ക്ഷീണിച്ച് ഭക്ഷണം പോലും കൊടുക്കുവോ ഹെരോദേസ്? ഇല്ല. പിന്നെ മാക്സിമം തളർത്തണം. ഇവന്റെ പ്രഘോഷണമൊക്കെ തളർന്നാകാൻ വേണ്ടി ഇവനെ മാക്സിമം ഭക്ഷണമൊന്നും കൊടുക്കാതെ കാരാഗൃഹത്തിൽ രീതി ചങ്ങലകളാലൊക്കെ ബന്ധിച്ച്, കായും കാലൊക്കെ ബന്ധിച്ച് ഇവനെ കാരാഗൃഹത്തിനുള്ള ഇട്ടിരിക്കുക, പട്ടിണിക്ക് ഇട്ടിരിക്കുക. പത്രോസ് പട്ടിണിക്ക കടക്കുന്നേ എന്ന് തിരിച്ചറിഞ്ഞ സഭാമക്കള് പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ആ മകനോട് കരുണ കാണിക്കണേ. എന്തിനാ? വലിയ അഭിഷേകമായിട്ട്, വലിയ ശക്തിയായിട്ട് അടുത്ത കാര്യം പുറത്തു ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടിയിട്ടാ. ദൈവം അനുവദിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവ സഹനം കൊടുക്കുന്ന എന്തിനാ? അതിലേറെ കൃപ കൊടുക്കാൻ വേണ്ടിയിട്ടാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. ആദിമസഭയുടെ ആ വിശ്വാസവും ചൈതന്യവും അഭിഷേകവും ഒക്കെ ഈ സമൂഹത്തിന് നൽകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. ദൈവ സാന്നിധ്യം പത്രോസ് കടന്ന തടവറയില്, ഇരുട്ടില്, കാരാഗൃഹത്തിനുള്ളില് ദൈവ സാന്നിധ്യം കടന്നു വന്നപ്പോൾ ആ മുറി മുഴുവൻ പ്രകാശിച്ചു. കഴിഞ്ഞ ധ്യാനത്തിന് വരാനായിട്ട് എഡ്വിൻ തയ്യാറായിക്കൊണ്ടിരുന്ന സമയത്ത് എഡ്വിന്റെ കുഞ്ഞു കൊച്ച്, എത്ര വയസ്സുള്ള? 4 വയസ്സുള്ള കുട്ടി ഒരു കാര്യം ഉറക്കത്തിലല്ലേ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ച് എഴുന്നേറ്റ് വന്നു. ഒരു നീല പ്രകാശം ഭവനത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു എന്ന് ആ കുഞ്ഞു കാണുകയാ. ഈ നീലപ്രകാശം ആരുടെയാ? നീല വസ്ത്രമണിഞ്ഞ് പരിശുദ്ധ കന്യാമറിയം ആ ഭവനത്തിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്ത് മക്കളെ ആ കുഞ്ഞ് കാണുകയാ. ഈ പ്രകാശം കടന്നു വരുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഡ്വിൻ ധ്യാന സെന്ററിലേക്ക് പോരുന്നതിന് മുമ്പ് ആര് വീട്ടിൽ പ്രവേശിച്ചു? പരിശുദ്ധ കന്യാമറിയം ആ ഭവനത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാ. തിരിച്ചറി മക്കളെ, ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിപ്പോകുമ്പോ കുടുംബത്തിന്റെ സംരക്ഷണം ആരേറ്റെടുക്കുക? സ്വർഗം ഏറ്റെടുക്കുന്നു എന്ന് വ്യക്തമായിട്ട് ആ മകന് വെളിപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ശുശ്രൂഷ സ്വർഗം ഏറ്റെടുത്ത ശുശ്രൂഷയാ, സ്വർഗീയ ശുശ്രൂഷയാ. ഇത് വ്യക്തികളുടെ കഴിവല്ല. കരങ്ങളുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഒരു അഭിഷേകം കടന്നു വരാൻ കാരണം എന്നാ? ആ മകൻ തയ്യാറാവുകയാ.
എപ്പ വിളിച്ചാലും ഓടിപ്പോരാനും കുടുംബത്തെ ഇട്ടിട്ട് പോരാനും തയ്യാറാകുന്ന ആ ഒരു വലിയ മനോഭാവമാണ് ദൈവിക സംരക്ഷണത്തിന് അത് കാരണമായി തീർന്നെന്നുള്ളതാണ് സത്യം. ഇറങ്ങിത്തിരിക്കാൻ നീ തയ്യാറാണോ? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്റെ ഭവനത്തെയും നിന്റെ കുഞ്ഞിനെയും നിന്റെ അപ്പനെയും അമ്മയും ജീവിത പങ്കാളിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇട്ടേച്ച് നിനക്ക് പോരാൻ തയ്യാറാണെങ്കിൽ ആരാ കുടുംബത്തെ ഏറ്റെടുക്കും? സ്വർഗം ആ കുടുംബത്തെ ഏറ്റെടുക്കും. ശുശ്രൂഷകരെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇതാണ് സ്വർഗീയ സാന്നിധ്യാനുഗ്രഹം. തയ്യാറല്ലാരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോരാൻ തയ്യാറല്ല. 6 ആഴ്ച വരും, അല്ലെങ്കിൽ 2 ദിവസം വരും, അല്ലെങ്കിൽ 2 വർഷം വരും, പിന്നെ ഇല്ല. പിന്നെ തോന്നുമ്പോഴൊക്കെ വരും. അപ്പൊ ദൈവം തോന്നുമ്പോഴൊക്കെ അനുഗ്രഹിക്കും. പത്രോസ് കർത്താവിന് വേണ്ടി വേല ചെയ്ത് ദൈവസന്നിധിയില് ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് സഭ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി? പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ സ്വർഗം ഇറങ്ങി വരികയാ. പത്രോസിന്റെ തടവറയിലേക്ക് മാലാഖ ഇറങ്ങി വന്നു എന്ന തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം ഉണർന്നെഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. കുടുംബത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ബന്ധനം അഴിയുക. ആര് വരുമ്പോഴാ? ബന്ധിക്കപ്പെട്ട ഈ ലോകത്തിന്റെ ബന്ധനങ്ങള് അഴിയ. ശരീരത്തിൽ നിന്ന് ബന്ധനം അഴിഞ്ഞ് താഴെ വീഴുക. അഭിഷേകം ഒഴുക, കൃപ ഒഴുകപ്പെടുക. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അപ്പസ്തോലൻ ഏത് തടവറയിൽ ചെന്നാലും ആരിറങ്ങി വരും? സ്വർഗം ഇറങ്ങി വരും. സ്വർഗം ഇറങ്ങി വരുമ്പോ എന്ത് സംഭവിക്കുന്നേ? ചങ്ങലകള് അഴിയപ്പെടും. നടക്കുവോ? നടക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൂതൻ അവരോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. അവർ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനം ഉണ്ടാകുകയാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസ് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദസിന്റെ കരങ്ങളിൽ നിന്ന് യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ നിന്ന്, അല്ലെ അവരുടെ ആഗ്രഹങ്ങളിൽ നിന്ന്, ഹെരോദസിന്റെ ആഗ്രഹത്തിൽ നിന്ന് ദൈവമായ കർത്താവ് സ്വർഗം ഇറങ്ങി വന്ന് എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറയും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസിനപ്പം എന്താ വ്യക്തമായത്? ഈ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവമാണ് എന്നെ മോചിപ്പിച്ചത്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോ മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങള് മാറ്റപ്പെടുന്ന എങ്ങനെയാ? സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആ തടസ്സം മാറ്റി നമ്മളെ കൊണ്ടുപോകുമ്പോഴാ നമുക്ക് മനസ്സിലാകുന്ന. ഞാൻ എന്റെ ഭവനത്തിൽ ആരംഭിച്ച പ്രാർത്ഥന ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൽ നിന്ന് അതിരൂപതയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് സ്വർഗം നമ്മുടെ മുന്നേ പോകുന്നു എന്നുള്ള ആ വലിയ ദൈവിക സത്യം അപ്പോഴാണ് മനസ്സിലായത്. ആദ്യം മനസ്സിലായി അവിടുന്ന് ഇവിടെ വരുമായിരിക്കും, ഇവിടെ കൊണ്ട് തീരുമായിരിക്കും ഓർത്തെ. സഭയോട് ചേർക്കപ്പെടുക, യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തോട് ചേർക്കപ്പെടുന്ന നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരെ, പത്രോസ് അത് തിരിച്ചറിയുക. ശുശ്രൂഷ ആരംഭിച്ചേ ഉള്ളൂ. ആരംഭിക്കും മനസ്സിലാവില്ല. ആരംഭിച്ച് ചെയ്ത് വന്നപ്പോ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവുകയാ. ഇതുകൊണ്ട് തീർന്നു പോകുന്നോർത്തോ മനസ്സ് തളർന്നായിരിക്കും ചിലപ്പോ ഉറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കിട്ടാഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കാണും. ഒരച്ഛനൊരു കാര്യം പറയണ്ട. വിദേശത്ത് അച്ഛൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് സൗദി പോയി. അച്ഛനെ ജയിലിൽ കൊണ്ടിട്ട്
അവിടെ പിടിക്കപ്പെട്ട അച്ഛൻ. അപ്പം കുർബാനയൊക്കെ ഉൾപ്പെടെ അച്ഛനെ പിടിച്ചത് കൊണ്ട് അവർ ജയിലിലടച്ചു. കൂടെ ഒരു ശുശ്രൂഷകൻ ഇവിടുന്ന് പോയല്ല അവിടെയുള്ള നാട്ടിലുള്ള ഇവിടെ നാട്ടുകാരനായ ഒരു ശുശ്രൂഷകൻ കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെ പിടിച്ച് ഇവർ രണ്ടുപേരെ കൊണ്ട് ജയിലിൽ കൊണ്ടിട്ടു. ഈ ജയിലിൽ കിടന്ന് ഇവരിങ്ങനെ വിഷമിക്കുക. കാരണം ഒരു ഇരുട്ടുമുറിയാ. ഈ ഇരുട്ടുമുറിക്ക് അള്ളില് ഒരു കക്കൂസുണ്ട്. ആ കക്കൂസിനകത്ത് വെള്ളമൊന്നും കിട്ടത്തില്ല. ആ കക്കൂസിന്റെ ഉള്ളിലുള്ള ആ കുഴിയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ക്ലോസറ്റിനകത്തുള്ള വെള്ളം അത് മാത്രമേ ഉള്ളൂ. വേറെ വെള്ളമൊന്നുമില്ല അതിനകത്തില്ല. ടാപ്പൊക്കെ ഇവർ അതൊക്കെ തുറന്നു നോക്കി, ഒന്നുമില്ല. ഒരു മൂലയിൽ കുറെ ചപ്പും ചവറും അല്ലേ കൂട്ടിയിട്ടിട്ടുണ്ട്. പാറ്റയൊക്കെ ഉള്ള ഒരു മുറി, ഒരു നാറ്റം പിടിച്ച മുറിയിലാ ഈ അച്ഛനെ കൊണ്ട് അടച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അച്ഛന്റെ കൈവശം ഒരു കുരിശുണ്ട്. ആ കുരിശോട് ചേർത്ത് അച്ഛനെ ചങ്കോട് ചേർത്ത് കഴുത്തി കിടക്കുന്ന കുരിശ് ചങ്കോട് ചേർത്ത് വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. സഹോദരൻ കുറെ നേരമൊക്കെ പ്രാർത്ഥിച്ചു, ജമാലൊക്കെ ചൊല്ലി. മടുത്തു, രക്ഷപ്പെടുവോ ആർക്കറിയാം. വല്ലവരും പുറത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആർക്കറിയാം. വെള്ളം പോലും ഇല്ല. വിഷമിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അവർ വെള്ളം പോലും ഇല്ലാതെ തളർന്ന് കിടന്ന് ഉറങ്ങുക. ഈ സമയത്ത് ആ കാരാഗൃഹത്തിനുള്ളിൽ ഒരു കിരകിര ശബ്ദം കേൾക്കുകയാ. അവര് കണ്ണു തുറന്നു നോക്കുമ്പോൾ പാറ്റ, ഈ അച്ഛൻ കണ്ണു തുറന്നു നോക്കുമ്പോ പാറ്റ ഇങ്ങനെ ഇറങ്ങി ഈ ചപ്പും ചവറിലേക്ക് കടന്നു വരുന്ന അച്ഛൻ കാണുക. കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പിനകത്തോട്ടും ചവറിനകത്തോട്ടും ഈ പാറ്റ ഇങ്ങനെ ഇറങ്ങി വരുന്ന അച്ഛൻ കാണുക. അച്ഛനിങ്ങനെ നോക്കി നിന്നു. ഇതെങ്ങോട്ടാ പോകുന്ന? ഈ ചവറിനകത്തോട്ടാ. അപ്പൊ ഈ ചപ്പും ചവറിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ തിന്നാനായിട്ട്, അല്ലെങ്കിൽ ഈ പാറ്റ ഇങ്ങനെ ഇറങ്ങി വരത്തില്ലല്ലോ. അച്ഛൻ പതുക്കെ പോയി ഈ ചപ്പും ചവറൊക്കെ മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കേസ് വെള്ളം, ബോട്ടില് 6-7-8 കുപ്പി വെള്ളം ഉള്ള ഒരു കേസാണ് അതിനുള്ളിരുന്നേ. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇവർ എവിടുന്ന വെള്ളം കുടിക്കുന്ന അറിയാമോ? ക്ലോസറ്റിനകത്ത് ആ വെള്ളം കോരി കുടിക്കണം, അല്ലാതെ അവിടെ വെള്ളമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വം അച്ഛൻ കാണുകയാ. ദൈവത്തിന്റെ കാരുണ്യം ആ കാരാഗൃഹത്തിന് ഉള്ളിൽ വെളിപ്പെട്ടു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം താണിറങ്ങി വരുന്ന സമയം നമ്മൾ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ പിടിക്കപ്പെട്ട കാരാഗൃഹത്തിൽ ഉള്ളിലൊക്കെ അടയ്ക്കപ്പെട്ടാലും തമ്പുരാന്റെ മഹത്വത്തോടെ കാണും. പിറ്റേ ദിവസം ഇവിടെ ഇടപെട്ട് ഇവരെ റിലീസ് ചെയ്യുകയാ. ദാഹിക്കുമ്പോ തമ്പുരാനെ വിളിച്ച വെള്ളം തരുന്ന ദൈവമാണെന്ന് പുറപ്പാടിന്റെ പുസ്തകം നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? ആ ദൈവത്തെ, ദൈവത്തിന്റെ പുരോഹിതൻ മുഖാമുഖം കാണുകയാ. ദൈവത്തിന്റെ കാരുണ്യത്തെ. ഒരു കുപ്പി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി കിട്ടുന്ന ഒരു ഗ്ലാസ് കിട്ടിയിരുന്നെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോ തമ്പുരാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എത്ര ഗതിയാ. ഇതാണ് ദൈവത്തിന്റെ കാരുണ്യം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് ഈ അഭിഷേകം ഒന്ന് സ്വീകരിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി നോക്കി. വേലക്കാരി ഇറങ്ങി നോക്കിയിട്ട് അവള് ചെയ്തെന്നറിയുമോ? അന്നേരം തന്നെ കതക് അടച്ച്. കാരണം പത്രോസ് ഇവിടെ കിടക്കുന്നേ കാരാഗൃഹത്തിനുള്ളിലാ. പല വലിയ ബന്ധനാവസ്ഥയിൽ കഴിയുന്നെന്ന് ഇവരറിഞ്ഞതാ. എന്നിട്ട് അവരിങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഇവള് നോക്കുമ്പോ ഈ വന്നു നിൽക്കുന്നത് പത്രോസ് അല്ലെന്ന് മനസ്സിലാവുക. ഇവർക്ക് തോന്നുക ഇതെന്റെ ഭൂതപ്രേതം, അല്ലെങ്കിൽ പത്രോസിന്റെ രൂപം ധരിച്ച് അല്ലെങ്കിൽ വിഷമണിഞ്ഞ് ആരോ വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടാന്ന് വിചാരിച്ച് ഇവള് കതകടച്ചു. വീണ്ടും വചനപ്രകാരം പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവർ സന്തോഷഭരിതരായി വാതിൽ തുറന്ന് കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. നിനക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവന്റെ കാവൽദൂതനായിരിക്കും എന്നായിരിക്കും അവർ പറഞ്ഞു. അവൾ പിന്നെ വിശ്വസിച്ചു പത്രോസ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ചു. അവൾ അവരോട് ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു, ഇത് പത്രോസ് തന്നെയാ. ഉള്ളിലുള്ള ആ വിശ്വാസത്തിൽ അവൾ പറഞ്ഞു, പത്രോസ് വാതിൽക്ക് വന്ന് നിൽപ്പുണ്ട്. അവന്റെ കാവൽദൂതം അല്ലെങ്കിൽ പ്രേതോ ഭൂതോ വല്ലോ ആയിരിക്കും. അത്ഭുതം ഇവര് ദർശിക്ക് കാണുകയാണ്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തികള് അത്ഭുതം കാണുക.
മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിന്റെ ആ ഒരവസ്ഥയത. അവരൊരുമിച്ചിരുന്ന് ഇങ്ങനെ കൂട്ടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാന സെന്ററിൽ പാപത്തിന്റെ ഇടത്തിൽ ബന്ധനാവസ്ഥ കഴിയുന്ന മക്കൾക്ക് ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരും. ആ സ്ഥലത്ത് ഇറങ്ങി വരിക, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഇവരുടെ ബന്ധനങ്ങളെ കഴിഞ്ഞ് ഇവർ നല്ലവരായിട്ട് ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ ആരാ സന്തോഷിക്കുന്നേ? ഈ മഹത്വം കാണുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വലിയ സന്തോഷം ഉണ്ടാവുകയാണ്. ഇവർ കാണുകയോ ദർശിക്കുകയോ കാണുക ദൈവത്തിന്റെ അത്ഭുതം ഇവർ ദർശിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ ഉണ്ടാകുന്ന വിശ്വാസം വർദ്ധിക്കപ്പെടും. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. പത്രോസ് വിളിക്കും, ഇവർ തുറക്കുന്നില്ല. കാര്യകാലത്ത് പറയുന്നുണ്ട്, പക്ഷെ പത്രോസ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ചെന്ന് പറഞ്ഞു, എന്നിട്ട് പോലും വിശ്വാസമില്ല. അവളും ആദ്യം വിചാരിച്ച് ഭൂതപ്രേതമല്ലായിരിക്കും, അല്ലെങ്കിൽ വേഷം ധരിച്ചു വന്നായിരിക്കും. അങ്ങനെ പല ചിന്ത അവിടെ വന്നു. പിന്നെ അവൾ ചോദിച്ചു, ഉള്ളി ചിന്തിച്ചു, പത്രോസ് തന്നെയാ, പത്രോസാന്ന് തോന്നുന്നു. അതെ, പത്രോസാന്ന് തോന്നുന്നു. പത്രോസാ നോക്കിയേ, അവർ തുറന്നില്ല, പേടിച്ചിരിക്കുക. കാരണം പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടെങ്കിലോ. പത്രോസ് വാതുക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതവ് തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് അവൻ വിശദീകരിച്ചു. ഈ സംഭവം യാക്കോബിനോടും സഹോദരരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ പിന്നീടുണ്ടായ സംഭവം, ഹെരോദ്യോസിനുണ്ടായ ആ വലിയ ദുരന്തത്തെക്കുറിച്ച്, ഈ ദുഷ്പ്രവൃത്തി ചെയ്ത ഹെരോദ്യോസിനുണ്ടായ ആ ദുരന്തത്തെക്കുറിച്ചാണ് 12-ാം അധ്യായം 20 മുതൽ തിരുവചനം പറയുന്നത്. ടയറിലും സീദോനിലുമുള്ള ആളുകളോട് ഹെരോദോസിന് ധൈര്യമുണ്ടായിരുന്നു. അവർ ഒന്നു ചേർന്ന് രാജാവിന്റെ അടുത്ത് ചെന്ന് അവന്റെ പള്ളിയറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിനു വേണ്ടി അപേക്ഷിച്ചു. കാരണം അവരുടെ ദേശം ഭക്ഷ്യസാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവന്റെ രാജ്യത്തെയാണ്. ഒരു നിശ്ചിത ദിവസം ഹെരോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവന്റെ സ്വരമാണ്, മനുഷ്യന്റേതല്ല. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾ കരിക്കുവാൻ അവനെ വിട്ടുകൊടുത്ത് അങ്ങനെ അവൻ അന്ത്യശ്വാസം വലിച്ചു. പുഴുവരിച്ചാണ് അവസാന ഹെരോദേസ് മരിക്കുന്നത്. തളർന്നു വീണു. ഒരു മാലാഖ വന്ന് അവനെ അടിച്ചു വീഴ്ത്തി. അതിനുശേഷം അവൻ പുഴുവരിച്ച് അന്ത്യം വരിച്ചു. ദൈവരാജ്യത്തിന് എതിരായിട്ട് നിൽക്കുമ്പോണ്ടാകുന്ന അനുഭവം, ജനം എതിരാകും. കുറെ കഴിയുമ്പോ ജനം എതിരാകും. ഇതൊരു ദേവന്റെ സ്വരമാണ്. ജനം എതിർത്തപ്പോ എന്നാ സംഭവിച്ചേ? ജനം മുഴുവനും ഹെരോദേസ് എന്ത് ചെയ്തോണ്ടിരുന്നേ? യഹൂദരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവരാജ്യത്തിന് എതിരായിട്ട് പറഞ്ഞു. ഇവിടെ ഇങ്ങനെയുള്ള പ്രവർത്തിക്കുന്നവർ ഇന്നും ഇവിടെയൊക്കെ ഉണ്ട്. ദൈവ ശുശ്രൂഷയ്ക്കെതിരായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ സന്തോഷിക്കും, സ്വയം സന്തോഷിക്കും, മറ്റുള്ളവരെ സന്തോഷിക്കും. അവസാനത്തെ അവസ്ഥ ഇതായിരിക്കുമെന്ന് കർത്താവിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. വചനഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി പാപപ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കും. ദൈവരാജ്യത്തിനെതിരായിട്ട്, ദൈവ ശുശ്രൂഷയ്ക്കെതിരായിട്ട്, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജനം പോലും ആ വ്യക്തികൾക്ക് എതിരാകും. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് അവനെ അടിച്ചു വീഴ്ത്തി. പിന്നീട് അവന്റെ ശരീരം പുഴുവരിക്കാൻ വേണ്ടി ദൈവം വിട്ടുകൊടുക്കുകയാണ്. ശരീരത്തിലൂടെ പുഴുക്കൾ കേറിയിറങ്ങി. അതിനുശേഷം അവന്റെ അന്ത്യം സംഭവിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. അഭിഷേകം ഉണ്ടെങ്കിൽ കൃപ വെളിപ്പെടും. ആരാണ് മരിക്കുന്ന കാണാനിരുന്നത്? ഹെരോദേസ്. പത്രോസിന്റെ മരണമല്ലേ അന്ത്യം കാണാനായിട്ടിരുന്ന ഹെരോദേസിന്റെ അവസ്ഥ എന്താ? അവസാനം ആ കാണാനിരുന്ന കാഴ്ച സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുക. ഈ അഭിഷേകം അല്ലേ നമുക്ക് വേണ്ടി? ഇതാണ് അപ്പസ്തോലിക അഭിഷേകം. ഇതാണ് അപ്പസ്തോലിക ശക്തി. ഇതാണ് അപ്പസ്തോലിക കൃപ. ഹെരോദേസ് പുഴുവരിച്ച് കിടന്നപ്പോൾ, തളർന്നു കിടന്നപ്പോൾ ആരെ ഓർത്ത് കാണും? രക്ഷകനായ ദൈവത്തെ, യേശുവിനെ. സഹനം ഉണ്ടാവുന്നേ. പത്രോസിനെ പിടിച്ച് ജയിലറിൽ ഇട്ടപ്പോ അപ്പുറത്ത് ആർക്കുണ്ടായി? പിടിച്ചിട്ടയാൾക്ക് സഹനം ഉണ്ടാവുക.
ഇതാ സംഭവിക്കേണ്ടത്. നിരുപാധികം ക്ഷമിച്ച് പാപം മനുഷ്യൻ ആ തടവളയ്ക്കുള്ളിൽ ക്ഷീണിതനായി കടന്നുറങ്ങുക. സ്വർഗം ഇറങ്ങി വരിക. അവിടെ ശത്രുതയില്ല, അവിടെ വെറുപ്പില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. അഭിഷേകത്തിന്റെ പൂർണ്ണതയാണ് അപ്പസ്തോലൻ. ഞാനും നിങ്ങളും അങ്ങനെ ആകേണ്ട വ്യക്തികളാണ്. നമ്മളെങ്ങനെ ജീവിക്കുന്നത്? ശത്രുതയിലും വൈരാഗ്യത്തിലും വെറുപ്പിലും ജീവിക്കുമ്പം പലരുടെയും മാനസാന്തരം സംഭവിക്കുന്നില്ല. വേദനിപ്പിക്കുന്നവരുടെയും മുറിപ്പെടുത്തുന്നവരുടെയും മാനസാന്തരം സംഭവിക്കാതെ പോകും. നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അഗ്നിപരീക്ഷണം ഉണ്ടാകും. അതിലൂടെ അവർ ദൈവത്തെ കാണും. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തിന്, അപ്പസ്തോലന്മാരിൽ പ്രവർത്തിച്ച ദൈവകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്ന് നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പത്തിന്റെ രൂപത്തില് യേശു ദാനം ചെയ്ത യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും യേശുവിന്റെ ശിഷ്യനായി തീരുകയ, ദൈവിക സ്വഭാവമുള്ള വ്യക്തിത്വത്തിന് ഉടമയായി ഞാനും നിങ്ങളും മാറ്റപ്പെടുകയാ. നമുക്ക് തയ്യാറാകാം. ഈശോയെ, നിന്നെ പോലെ എന്നെ ആക്കി തീർക്കണമേ. പിതാവിന്റെ കൽപ്പനകളെ അനുസരിച്ച പുത്രനായ യേശുവേ, അവിടുന്ന് പറഞ്ഞ കൽപ്പനകളെ പ്രമാണങ്ങളെയും അനുസരിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഒരപ്പസ്തോലനായി ക്രിസ്തു ശിഷ്യനായി ജീവിക്കുവാനുള്ള വൻ കൃപയും അഭിഷേകവും സ്വർഗസ്ഥനായ പിതാവേ, അവിടുന്ന് തന്നെ പുത്രനിലൂടെ ഇപ്പോൾ ചൊരിഞ്ഞ ഈ ആലയത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആത്മീയ അഭിഷേകത്താൽ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പത്രോസിന് കൊടുത്ത വലിയ അധികാരം ശരീരങ്ങളിലോ വെളിപ്പെടട്ടെ. പത്രോസിന് കൊടുത്ത വലിയ അഭിഷേകം ശരീരങ്ങളിലോ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സഭയോട് ചേർന്ന്, വൈദികരോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന്, കർദിനാളിനോട് ചേർന്ന്, മാർപ്പാപ്പായോട് ചേർന്ന്, മാർപ്പാപ്പാമാരോട് ചേർന്ന്, പ്രിയപ്പെട്ടവരെ, വിശുദ്ധരായ മാർപ്പാപ്പാമാരോട് ചേർന്ന്, വിശുദ്ധനായ പത്രോസിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സഭയിലൂടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി, പരിശുദ്ധ കുർബാനയിലൂടെ വ്യാപരിക്കുന്ന ഉത്ഥാനത്തിന്റെ അഭിഷേകം, പരിശുദ്ധ കൂദാശയിലൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെറുപ്പും വൈരാഗ്യവും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനും എന്നെ പീഡിപ്പിക്കുന്നവരും നശിച്ചു തീരും. എന്താ സംഭവിക്കുന്നത്? ക്ഷമിക്കുകയല്ല, ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇത് ആരാ ഉള്ളിരുന്ന് പറഞ്ഞു തരുന്നേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ? വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും കൃപ അനുഭവിക്കുവാൻ തടസ്സം നിൽക്കുന്ന ദുഷ്ടപിശാചാണോ കൂടെ വസിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് രക്ഷപ്പെടാനുള്ളൂ. ഞാൻ ഈ ആലയത്തിൽ ശുശ്രൂഷയൊക്കെ കടന്നു വരും. ഞാൻ ഇടവകക്കാരനാ. അപ്പൊ എന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എതിർപ്പുകൾ. ഞാൻ ഇവിടെ വരുമ്പോ ഈ ഇടവക ജനം വിചാരിച്ചത് ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ട് ഇവിടെയുള്ള ഒരു സമ്പത്തിന്റെ പകുതിയോളം സ്തോത്ര കാഴ്ചയായിട്ട് ബ്രദർ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ബ്രദർ തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് ദേവാലയത്തിന് സമർപ്പിച്ചതേ ഉള്ളൂ. ഒന്നും ദേവാലയത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ആ ഒരു സത്യം ഇവർക്ക് മനസ്സിലായില്ല. ആദ്യം വന്നപ്പോൾ പറഞ്ഞു, ആനത്താനോ മുല്ലക്കരയൊക്കെ വരുന്ന പോലെ വന്നതാ, ഏതാണ്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന. പ്രിയപ്പെട്ടവരെ, ആ ഒരു മനോഭാവം അരമാറ്റിയ കർത്താവ് തന്റെ ശുശ്രൂഷയിലൂടെ ഇടവക ജനത്തിന് സത്യം മനസ്സിലാവുകയാ. ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. ഞാൻ എന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുന്നില്ലെങ്കിലോ, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിലോ, ഞാനിവിടെ കാലുകുത്തുമ്പോൾ വലിയ നല്ല അനുഭവമൊന്നും അല്ല എനിക്ക് കിട്ടിയത്. ഇവിടെ കാലുകുത്തുന്ന സമയത്ത് എനിക്ക് നല്ല അനുഭവം അല്ല കിട്ടിയത്. എവിടെ ശുശ്രൂഷയിലേക്ക് കടന്നുപോയാലും നല്ല അനുഭവം കിട്ടുന്നില്ല. പക്ഷെ ആ സഹനങ്ങളൊക്കെ തമ്പുരാന്റെ മുമ്പിൽ കാഴ്ചവെച്ച് ആരൊക്കെ വേദനിപ്പിക്കുന്നുണ്ടോ അവരോടൊക്കെ നിരുപാധികം ക്ഷമിച്ച് അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. അഭിഷേകം ഇതാണ് ക്രിസ്തു ശിഷ്യന്റെ അഭിഷേകം. വീണ്ടും വീണ്ടും ആഗ്രഹിക്കുക, കൂടുതൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം നിറയണം മക്കളെ. അപ്പോൾ എനിക്ക് ഇത്രയും വളർച്ച ഉണ്ടായതുകൊണ്ടാണ്. എന്നെ വളർത്തിയത്
മറ്റുള്ളവരെന്നെ വേദനിപ്പിച്ചത് കൊണ്ടാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ കൃപ നിറയും. ഒത്തിരി മക്കൾക്ക് അങ്ങനെ അഭിഷേകം കിട്ടുമ്പോൾ നമ്മൾ ആത്മീയ ശുശ്രൂഷയിൽ വളർച്ച ഉണ്ടാവുകയാണ്. ശുശ്രൂഷകർ തളർന്നു പോകുന്ന എപ്പോഴെന്ന് പറയുമ്പോൾ അപ്പുറത്തുണ്ടാകുന്ന സഹനങ്ങള്, വേദനകള് ഉണ്ടാവും. വെറുപ്പും വൈരാഗ്യം വെച്ച് അവന്റെ നാശം കാണാനായിട്ട് കുത്തിയിരിക്കുമ്പോ ഇവന്റെ നാശം അല്ലെ ഇവളുടെ നാശം സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ഇതിന്റെ സത്യം. ദൈവിക അഭിഷേകം, ദൈവിക ശക്തി നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടിയേ പ്രാർത്ഥിക്കണ്ടേ. ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ശത്രുതയൊക്കെ കർത്താവ് പരീക്ഷിക്കും. നമ്മളെ പലരെ പറഞ്ഞു വിടും, പലരെ കൊണ്ട് നമ്മളെ ഉപദ്രവിപ്പിക്കും. കാരണം എന്തിനാ? അവരിൽ അഭിഷേകം നിറയാൻ വേണ്ടിയാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർ ആ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അവർ മോചനം തേടാൻ വേണ്ടിയിട്ട്. ചെയ്യാത്ത കുറ്റങ്ങള് നമ്മുടെ മേൽ ചുമത്തപ്പെടുമ്പോൾ ആ പെൺകുട്ടി കരയുക, നിലവിളിക്ക് ക്ഷമിക്കത്തില്ല ഒരിക്കലും. ആ മകന്റെ മേല് ദൈവ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ ഇവൾ നിരുപാധികം ക്ഷമിച്ച് ആ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ശത്രുവിനെ ദൈവമായ കർത്താവ് അഗ്നിശോധന ചെയ്ത് പൊന്നാക്കി മാറ്റും. മക്കളെ, കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറ്റുമോ ക്ഷമിക്കാൻ? ചിന്തിച്ചു നോക്കൂ. പറ്റുന്നുണ്ടോ? പറ്റിയാൽ സ്വർഗം ഇറങ്ങി വരും. പറ്റിയാല് നീ നിന്റെ ശത്രുവിനോട് നിരുപാധികം ക്ഷമിച്ചാല് സ്വർഗം തുറന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം വ്യക്തമാക്കുകയത്. സ്തെഫാനോസ് കല്ലെറിയുന്ന സമയത്ത് സ്തെഫാനോസിന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി സ്തെഫാനോസിന്റെ ശരീരത്തിലേക്ക് കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് മുട്ടുകുത്തി. പ്രിയപ്പെട്ടവരെ, നിന്നിരുന്ന സ്തെഫാനോസ് മുട്ടുകുത്തുകയാ. കാരണം സ്വർഗം തുറന്നിരിക്കുന്നതായി സ്തെഫാനോസ് കണ്ടു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? എന്തിനാ വിളിപ്പിക്കുന്നേ? ഈശോയെന്ന് വിളിക്കുമ്പോ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്പെടും. വിളിച്ചാ പോലും രക്ഷയാ. ചിലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോ ചിലപ്പോ ചിലർ ചോദിക്കും, എന്തിനാ ഈ മനുഷ്യൻ ഈശോയെന്ന് വിളിപ്പിക്കുന്നേ? വചനോ? അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചാൽ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് വേറെ സൂചിപ്പിക്കുന്നത് എന്തിനാ? ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മനസ്സുകൊണ്ട് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. സാത്താൻ നമ്മുടെ മനസ്സിനെ, ചിന്തകളെ വചനത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുമ്പോൾ കൃപ നമ്മളിലേക്ക് വന്നു നിറയുന്നില്ല. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അവർ പ്രഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രദ്ധാപൂർവം ദൈവജനം വചനം കേട്ടുകൊണ്ടിരുന്നു. അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. ശ്രദ്ധാപൂർവം വചനം കേട്ടു. ഇവിടെ ഈ വചനമാണ് നിങ്ങളെ സുഖപ്പെടുന്നത്. ഈ ആരാധിക്കുമ്പോ കർത്താവിന്റെ തിരുശരീരം അല്ലെ യേശുവിനെ നമ്മൾ ഈ അൾത്താരയിൽ ആരാധിക്കുമ്പോൾ, തിരുവോസ്തുരൂപനായവനെ ആരാധിക്കുമ്പോൾ സ്വീകരിച്ച പരിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുക. ധ്യാനത്തിന്റെ സമയത്ത് ചില വ്യക്തികളുടെ ശരീരത്തിൽ ചില രോഗാരൂപിയാ. പ്രാർത്ഥിക്കാനായിട്ട് കൈപ്പിശുശ്രൂഷ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു ചെല്ലുമ്പോ ഈ രോഗാരൂപി കാറുക, നിലവിളിക്കുക, വലിയ ശബ്ദമുണ്ടാക്കി ശരീരത്തിൽ നിന്ന് വിട്ടിറങ്ങിപ്പോകുക. ജോലി ചെയ്യാൻ പറ്റുന്നില്ല. സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് വിദേശ രാജ്യത്ത് പോയത്, പക്ഷെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ശരീരം മുഴുവൻ വേദനയാ. ശരീരം മുഴുവനും ഭയങ്കര എന്തൊക്കെ അസ്വസ്ഥതകൾ, പുകയുന്ന പോലെ, വേദനിക്കുന്ന പോലെയൊക്കെയുള്ള അവസ്ഥകൾ, നീർക്കെട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയോ. ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ യാതൊരു രോഗവും ഇല്ല. എന്നെ വിളിക്കാൻ ഞാൻ പറയും, പോരാൻ പറയും, ധ്യാനത്തിന് പോരാ. ഉപവാസം എടുത്ത് നിൽക്കുക. ഈ 4 ദിവസവും 5 ദിവസവും ധ്യാനം ഞാൻ തിങ്കളാഴ്ച ഇവിടെ ചെല്ലുന്നതുകൊണ്ട് 4 ദിവസവും ഞാൻ ഉപവാസത്തിലാണ്. പരിപൂർണമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്. വെള്ളം പോലെയുള്ള സാധനം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷമുള്ള ശുശ്രൂഷയുടെ സമയത്ത് ദൈവാത്മാവ് ശരീരത്തിൽ ഇത് മാത്രം പ്രാർത്ഥന. ഈശോയെ, ഇവർ സ്വീകരിച്ച പരിശുദ്ധ കൂദാശ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണേ. ആ സമയത്ത് ദൈവശക്തി വെളിപ്പെടുമ്പോൾ രോഗങ്ങള് ശരീരങ്ങളിൽ നിന്ന് അകന്നുപോകും. ആരുടെയും കഴിവാണോ? ശുശ്രൂഷ എന്ന വ്യക്തിയുടെ കഴിവാണോ? അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ആ വ്യക്തിയുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതാണ് രോഗശാന്തി. അപ്പൊ ശുശ്രൂഷ എന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, കഴിവുണ്ടോ, ഉണ്ടെന്നാണോ? അല്ല. കർത്താവിന്റെ കാരുണ്യമാണ് ശുശ്രൂഷ ചെയ്യുവാൻ കൃപ കൊടുക്കുന്നത്. ദൈവം കരുണ കാണിക്കുന്നതുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിർത്തുന്ന ആരാ? തമ്പുരാനാ. അല്ലാതെ കഴിവും യോഗ്യതയും അളവും തൂക്കവും ഒക്കെ നോക്കി, വിദ്യാഭ്യാസമൊക്കെ നോക്കി ഈശോ കയറ്റി നിർത്തുകയല്ല. വിവേകമില്ലാതെ
പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതെ ജീവിച്ചിരുന്ന മുക്കുവരായ മക്കളെ ഈശോ വിളിച്ചു. ചുങ്കസ്ഥലത്തിരുന്നവരെയൊക്കെ ഇങ്ങ് വിളിക്കുക. അവർ ആ സ്ഥലം വിട്ട് അല്ലെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് വരാൻ തയ്യാറാവുകയോ, വഞ്ചിയും വള്ളവും മാതാപിതാക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം കർത്താവിന്റെ മനോഭാവമാണ്, കർത്താവിന്റെ അഭിഷേകമാണ്. വിശ്വസ്തത, ഒരു ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുവാനുള്ള വിശ്വസ്തത. ഇവിടെ 7 വർഷമായ 8 വർഷമായവർ ഒക്കെ ഇതിനുള്ളിലുണ്ട്. ഈ ശുശ്രൂഷയോടുള്ള വിശ്വസ്തത ഉണ്ടോ? ചിന്തിച്ചു നോക്കി. ഇന്ന് ഓടി നടക്കുമല്ലേ, ഓടി നടക്കുക. അല്ല, അച്ഛനൊരു അച്ഛൻ പറഞ്ഞ പോലെ കല്ലുരുണ്ട് നടക്കുന്ന പോലെ ഉരുണ്ട് നടക്കുക. ഈ ഉരുണ്ട് നടക്കുമ്പോ കുറെ ചെളിയൊക്കെ പോകും, പക്ഷെ ഉള്ളിലേക്കൊന്നും ചെല്ലത്തില്ല. ഈ കല്ല്, ചെളി പിടിച്ച കല്ല് ഉരുണ്ടുരുണ്ട് നടക്കുമ്പോൾ ഇതിന്റെ പുറത്തുള്ള ഈ ചെളിയൊക്കെ മാറത്തുള്ളൂ, ഉള്ളിലേക്ക് ഒന്നും തന്നെ കടന്നു ചെല്ലുന്നില്ല. ഉരുണ്ട് നടക്കുക. അവിടെ പോയി 5 ദിവസം, ഇവിടെ പോയി 10 ദിവസം, ഇപ്പുറത്ത് പോയി 10 ദിവസം. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നടക്കുമ്പോൾ പുറത്തുള്ള കുറെ ചെളിയൊക്കെ പോകും. ഉള്ളിൽ ചെന്നാലേ ഉള്ള എന്ത് വെളിപ്പെടുത്തുള്ളൂ? ദൈവാത്മാവ് ഉള്ളിൽ വെളിപ്പെടാതെ ദൈവാനുഗ്രഹം പൂർണ്ണത പ്രാപിക്കുന്നില്ല. വിശ്വസ്തയില്ല. ഇന്നത്തെ ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം ദൈവജനത്തിന് വിശ്വസ്തയില്ല എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് വിശ്വസ്തത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉപവാസം എടുത്ത്, ഇന്നലെ വരെ ഉപവാസം, ഇന്ന് ഉപവാസമോ, അങ്ങനെ ഉപവാസം എടുത്ത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇന്നലെ ഉപവാസം അല്ലായിരുന്നോ? ഇന്നിച്ചിരി, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ശരീരത്തിൽ വയ്യ എന്ന് പറഞ്ഞപ്പോ ജീവിതമക്കളെ പറഞ്ഞ് ഇച്ചിരി കഴിച്ചോളാം. അപ്പൊ എന്താ? ഈ ജനത്തോട് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയോടെയും അല്ലാതെ ഇതൊന്നും പുറത്തു പോകത്തില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാതെ ഇവിടെ നിന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ഈശോയെന്ന് വിളിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ വിശ്വസ്തനാണോ ദൈവസന്നിധിയിൽ? ഇത് മാത്രം തമ്പുരാൻ ചോദിക്കുന്നുള്ളൂ. നിന്റെ ഹൃദയം വിശ്വസ്തയുള്ള ഹൃദയമാണോ നിന്റേത്? അതിവിടെ കടിച്ചു കിടക്കാന്നുള്ളതല്ല. തമ്പുരാൻ പറയുന്ന സ്ഥലത്തോട് ഇവിടെ എത്ര കാലം ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. തമ്പുരാൻ പറയുന്നിടത്തോട്ട് പോയി പോകാൻ റെഡിയാകുന്ന, പോകാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം. അതാണ് പ്രിയപ്പെട്ടവരെ അപ്പസ്തോലന്റെ മനോഭാവം. നീ കിടക്കുന്നിടത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്ന മനോഭാവം അല്ല. തമ്പുരാൻ നീ അവിടെ വിട്ട് ദൂരദേശത്തേക്ക് പോകാൻ പറഞ്ഞാൽ പോകാനുള്ള ഒരു മനോഭാവം. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ 3 or 4 ആളെ ഉള്ളായിരിക്കും. അവിടെ പോയി നീ 10,000 മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന നിന്നോട് പറയുക 3 or 4 പേര് അപ്പുറത്തുള്ള അവിടെ പോയി അവരോട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞാൽ തയ്യാറാകുന്ന മനോഭാവം. അതാണ് അപ്പസ്തോലന്റെ മനോഭാവം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? സർവശക്തനായവനെ വിളിക്കാമോ? ദൈവകാരുണ്യത്തെ വിളിക്കാമോ? ഉദ്ധാനം ചെയ്തവനെ വിളിക്കാമോ? പരിശുദ്ധ കുർബാനയായി തീർന്നവനെ വിളിക്കാമോ? അപ്പമായി തീർന്നവനെ വിളിക്കാമോ? ഉള്ളിലേക്ക് വരുന്നവനെ വിളിക്കാമോ? ഉള്ളാലെ വരുന്നവനെ വിളിക്കാമോ? അലിഞ്ഞു ചേരുന്നവനെ വിളിക്കാമോ? സൗഖ്യം തരുന്നവനെ വിളിക്കാമോ? വചനമായവനെ വിളിക്കാമോ? വചനം നൽകുന്നവനെ വിളിക്കാമോ? വചനം പ്രഘോഷിപ്പിക്കുന്നവനെ വിളിക്കാമോ? വചനത്തെ വിളിക്കാമോ? ദൈവത്തിന്റെ കാരുണ്യത്തെ വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ നാം പ്രാർത്ഥിക്കണം. നിരുപാധികം ക്ഷമിക്കുവാനുള്ള കൃപയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. കൃപ നിറഞ്ഞവളെ, നിനക്കത് കിട്ടിയാൽ തമ്പുരാൻ നിന്നോട് കൂടെയാ. നിന്റെ ശത്രുവിനോട്, നിന്നെ പീഡിപ്പിച്ചവരോട്, നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ അപമാനിച്ചവരോട്, നിന്നെ നിന്ദിച്ചവരോട്, നിന്നെ അവഹേളിച്ചവരോട് ഹൃദയം കൊണ്ട് നിനക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അത് ഈശോ ചോദിക്കുന്നുള്ളൂ. നീ അവനോട് കാലെപ്പോയി ക്ഷമ പിടിക്കാൻ അല്ല ഈശോ പറഞ്ഞു. നിന്റെ ഹൃദയം കൊണ്ട് നിരുപാധികം നിന്റെ ശത്രുവിനോട് നിനക്ക് ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? അവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിന്റെ ഹൃദയത്തിന്, നിന്റെ മനസ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവകൃപ നിറഞ്ഞവനാ, ദൈവകൃപ നിറഞ്ഞവളാ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മക്കളെ, കരങ്ങളുയർത്തി, സ്വരമുയർത്തി സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് കരങ്ങളുയർത്തി ദൈവം ദാനമായി തന്നിരിക്കുന്നതിനെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിക്കാം. കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്തിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുന്ന് ദാനമായി തന്നിരിക്കുന്നതിന്റെ 10% ദൈവത്തിനുള്ളതാണെന്ന് ലേവ്യരുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത് 7 ഇരട്ടിയായിട്ട് ഞാൻ തിരികെ തരും. ഭൂമിയിലെ ഫലങ്ങൾ ഞാൻ സംരക്ഷിക്കുമെന്ന്
അവിടുന്ന് പ്രവാചകരിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഹൃദയം കൊണ്ട് ദാനമായി തന്നിരിക്കുന്നതിന്റെ 10% ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ളതാണ്. കുറെ മക്കള് ധ്യാനത്തിൽ പൈസ ഇല്ലാതെ കയറി, കുറെ പേരൊക്കെ സമ്പത്ത് കൊടുത്തു കയറി, നമ്മൾ കുറെയൊക്കെ സമ്പത്ത് കൊടുത്തു കയറ്റി. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ ദൈവത്തിന്റെ കാരുണ്യ. എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി, ഒരു മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ സമ്പത്ത് ദൈവരാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, എന്റെ സമ്പത്തിന്റെ വീതം എനിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് മനസ്സറിഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദശാംശം ദൈവരാജ്യത്തിലേക്കുള്ളതാ. ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തില് ഭക്ഷണമുണ്ടാകട്ടെ. തമ്പുരാനോട് പ്രാർത്ഥിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് മനസ്സ് ആത്മശോധന ചെയ്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലോ അത് ദൈവത്തിന്റെ കാരുണ്യ. ഇനി ചെയ്യിപ്പിക്കുന്നതും ദൈവമാ മക്കളെ, ദൈവരാജ്യത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ പറഞ്ഞു തന്ന സുവിശേഷത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കർത്താവ് വസിക്കുന്ന ദേവാലയത്തിന്റെ പുനരുത്ഥാനത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്റെ ദേവാലയത്തിലോ എനിക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിലോ അത് കാരുണ്യ. ഇല്ലാത്തവര് ആ വലിയ കാരുണ്യത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, അതാണ് മക്കളെ ഏഴിരട്ടിയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഏഴിരട്ടിയായിട്ട് പ്രതിഫലമായിട്ട് അവിടുന്ന് നമുക്ക് ഏഴിരട്ടി തിരികെ തരികയാ. നീ കൊടുക്കുന്ന സമ്പത്ത് തമ്പുരാൻ ഏഴിരട്ടിയായിട്ട് തിരികെ തരും. പക്ഷെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സർവശക്തനായ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ ധ്യാനിക്കാനുള്ളവര് നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. 10ാം ക്ലാസ് കഴിഞ്ഞവര്, പ്ലസ് ടു കഴിഞ്ഞവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ധ്യാനിക്കാനുള്ള അവസരമാണ്. അതുപോലെ ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ അലട്ടുന്നവർ, അങ്ങനെയുള്ളവരാണ് ധ്യാനിക്കേണ്ടത്. കഴിഞ്ഞ ആദ്യകാലഘട്ട ധ്യാനങ്ങളിലൊക്കെ പങ്കുചേർന്നപ്പോൾ 8ാമത്തെ ധ്യാനമോ 8 കഴിഞ്ഞ് 9ാമത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. ആദ്യത്തെ സമയങ്ങളിൽ ധ്യാനിച്ചവര് വീണ്ടും ധ്യാനിക്കാനായിട്ട് സമയമായിട്ടുണ്ട്. അഭിഷേകം വീണ്ടും വീണ്ടും അവിടെ പുതിയ അഭിഷേകം വ്യാപരിക്കപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ധ്യാനിക്കാത്തവർ വീണ്ടും വന്ന് ധ്യാനിച്ചവര് വീണ്ടും വന്ന് ധ്യാനിക്കാത്തവര് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ സീറ്റ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല.